നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDF ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു ചെന്ന കൈരളി ചാനലിന്റെ റിപ്പോർട്ടറിന് കണക്കിന് മറുപടി കൊടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല എന്ന ചോദ്യത്തിനായിരുന്നു തെളിവുകൾ നിരത്തി സതീശൻ മറുപടി നൽകിയത്. പിണറായി വിജയന്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി. 42 കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചു തരാം. തലേ ദിവസം ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരട്ടെ. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടല്ല, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ തന്നത്. ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇക്കാലത്ത് മറക്കാമോ? എന്നിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സതീശൻ മറുപടി നൽകി. തൊട്ടു പിന്നാലെ കൈരളിയുടെ റിപ്പോർട്ടർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് പോയ കാര്യം ചോദിച്ചപ്പോൾ അതിനും സതീശൻ മറുപടി നൽകി. ഞാൻ പോയി എന്ന് മറുപടി നൽകിയ സതീശൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് P. പരമേശ്വരൻ എഴുതിയ പുസ്തകം തൃശ്ശൂരിൽ റിലീസ് ചെയ്തത് താനാണ്. അതിനു മുൻപ് തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്ത മറ്റൊരാളുണ്ട്. അതാരാണെന്ന് അറിയാമോ? VS അച്യുതാനന്ദൻ. നാണമുണ്ടോ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനെന്ന് കൈരളിയുടെ റിപ്പോർട്ടറിനോട് സതീശൻ ചോദിച്ചു. അന്ന് എൻ്റെ പേര് ശുപാർശ ചെയ്തത് MP വീരേന്ദ്രകുമാറാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ 3 മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തെയാണ് തൃശ്ശൂരിൽ ബുക്ക് റിലീസിന് വിളിച്ചത്. അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞ് തൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം മറുപടി നൽകി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളാതെ VD സതീശൻ എന്നായിരുന്നു ദേശാഭിമാനി പിന്നാലെ ഓൺലൈനിൽ നൽകിയ വാർത്ത. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് വിദ്വേഷ പ്രചാരണമാണെന്നും വെള്ളാപ്പള്ളി പലരുടെയും ഉപകരണമായി മാറുകയാണെന്നും സതീശൻ പറഞ്ഞു. ഗുരുദർശനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. പ്രായമുണ്ടെന്ന് കരുതി അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കാനാവില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം എല്ലാ സമുദായ നേതാക്കളെയും കാണുന്നയാളാണ് താനെന്നും സതീശൻ പറഞ്ഞു. ഒരു സമുദായ നേതാവിനെയും കാണില്ല എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ സമുദായ നേതാക്കളെല്ലാം വർഗീയ നേതാക്കളാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ ബന്ധമില്ല. താൻ വിമർശനങ്ങൾക്ക് അതീതനല്ല. സിനഡിൽ പോയതിന് എന്താണ് കുഴപ്പം? ഞാൻ അവരുമായി സംസാരിച്ചു. പെരുന്നയിലും പോയിട്ടുണ്ട്. കോൺഗ്രസിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്നും സതീശൻ പറഞ്ഞു. അതേസമയം സതീശന് വർഗീയ താല്പര്യമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി മറുപടി നൽകിയത്. ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളിപ്പറഞ്ഞു. കാന്തപുരത്തിന്റെ വേദിയിൽ SNDP യോഗത്തെ കരിവരുത്തിച്ചു. വർഗീയ താല്പര്യമായിരുന്നു സതീശൻ ഉണ്ടായിരുന്നതെന്നും തുഷാർ തിരിച്ചടിച്ചു. അതേസമയം SNDP NSS ഭിന്നിപ്പിന് കാരണം മുസ്ലിം ലീഗ് ആണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വെറും ജൽപ്പന മാത്രമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. ഇത്തരം ജൽപ്പനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നുവെന്നും പ്രകോപിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും ആ വലയിൽ മുസ്ലിം ലീഗ് വീടില്ലെന്നും PMA സലാം മറുപടി നൽകി. സാമുദായിക സംഘടനകളുടെ യോജിപ്പിലും പിളർപ്പിലും മുസ്ലിം ലീഗ് ഇടപെടാറില്ല. ഇതൊക്കെ പറയുന്ന ആളും പറയിക്കുന്ന ആളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. പൊന്നാട എണീച്ച് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. CPMന്റെ പിന്തുണയോടെയാണ് വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത്. അതിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യം നരേന്ദ്രമോദി ഇത്രയും കാലം ചെയ്തതാണെന്നും ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിന് ദോഷകരമാണെന്നും PMA സലാം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടേതിന് സമാനമായ അഭിപ്രായം ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദോഷമാണെന്നും സലാം പറഞ്ഞു. സതീശനെതിരായ വിമർശനവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു. മലപ്പുറത്തെ പറ്റിയുള്ള സംസാരത്തെ വളച്ചൊടിച്ചെന്നും തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാദം. ഇതിൽ വ്യക്തത വരുത്തിയതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. താൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് സതീശനാണ്. ഇന്നലെ പൂത്ത തകരയാണ് സതീശൻ. കാന്തപുരം തന്നെ സതീശനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി മറുപടി നൽകി.